ഒരിക്കൽ കൂടി നമ്മുടെ വാട്സപ്പ് മാത്സ് ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ വന്ന 8ാമത്തെ ക്ലാസ്സിനെ ആസ്പദമാക്കിയ ഒരു ക്ലാസ്സാണ്. നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഓർഡർ അനുസരിച്ച് തന്നെ എല്ലാ വീഡിയോയും കണ്ടുവരണം. ഏതെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്ത് അടുത്ത വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടിന്യൂവേഷൻസ് വിട്ടുപോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 8ാമത്തെ ക്ലാസ്സിൽ, വിക്ടേഴ്സ് ചാനലിലെ 8ാമത്തെ ക്ലാസ്സിൽ ഏറ്റവും അവസാനം തന്ന ഒരു അസൈൻമെൻറ്റാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്ലാസ്സിൽ ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനെ കുറിച്ചും ആ കോമ്പോസിഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ വരുന്നെന്നും ആ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആകുന്നതോടുകൂടി ആ ഫങ്ഷൻസ് ഇൻവെർട്ടിബിൾ ആകുന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ആ വിക്ടേഴ്സ് ചാനലിൻ്റെ ക്ലാസ്സിൽ പ്രതിപാദിച്ചായിരുന്നു. ഇവിടെ നമുക്ക് ആ ക്ലാസ്സിൻ്റെ അവസാനം തന്നെ അസൈൻമെൻ്റ് എടുത്താണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പായി നമുക്കിപ്പം സ്ക്രീനിൽ കാണുന്ന ആ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എല്ലാവരും ഒരു നോട്ടിൽ ഒന്ന് എഴുതിയെടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആ സ്ക്രീനിൽ കണ്ട അസൈൻമെൻ്റ് എല്ലാവരും നോട്ടിൽ എഴുതി കാണണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു 4x/+3/6x-4 എക്സ് നോട്ട് ഈക്വൾ ടു 2/3 ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് എന്ന് തെളിയിക്കണം. നമുക്കൊരു ഫംഗ്ഷനെ കോമ്പോസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. എഫ് ആയിട്ട് തന്നെ കോമ്പോസിറ്റ് ചെയ്യാം. നോക്കാം. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ്. നമ്മൾ സാധാരണ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എഫ് ആയിട്ട് തന്നെ, അപ്പോൾ എഫ് ഓഫ് എക്സ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് ഓഫ് എക്സിന് വരെ ഇതേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എഫ് ഓഫ് എക്സിന്റെ വിലയായി. അതിനു മുമ്പായി ഒരു കാര്യം നമുക്കിവിടെ പറഞ്ഞു പോകാനുണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു 2/3 എന്ന് പറയാൻ കാരണം നമുക്കറിയാം. ഈ എക്സിന് 2/3 ഇടുവാണെങ്കിൽ 6 × 2/3 വാല്യൂ 4 ആവും. 4 - 4 0 ആയിപ്പോവും. സോ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് എന്നായിപ്പോവും. അപ്പോൾ ഈ ഫങ്ഷൻസ് നോട്ട് ഡിഫൈൻഡ് എന്നാകുക ഏത് പോയിന്റിലാണ്? 2/3. അപ്പോൾ അങ്ങനെ നോട്ട് ഡിഫൈൻഡ് എന്ന് വരാൻ പാടില്ല. അങ്ങനെ വരുവാണെങ്കിൽ അത് ഫങ്ഷൻ അല്ലാതായിപ്പോവും. അപ്പോൾ ആ ഒരു ക്രൈസിസ് ഒഴിവാക്കാൻ വേണ്ടി 2/3 ഒഴിവാക്കാനാണ് പറയുന്നത് ക്വസ്റ്റ്യൻ. അതിന് കാരണം ഇതാണ്, ഈ ഡിനോമിനേറ്ററിലുള്ള 6x-4ൽ എക്സിന് 2/3 ഇടുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയി മാറുക. ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പിലേക്ക് വരാം. എഫ് ഓഫ് എക്സിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ്, എഫിന് എക്സ് ഇടുവാണെങ്കിൽ 4x+3/6x-4 ആകുക. അപ്പോൾ ഇവിടെ എക്സിന് വരെ ഇത്, ഇവിടെ എക്സിന് പകരം ഇത്രയും ഡിനോമിനേറ്റർ കാണുന്ന ഈ ഒരു റേഷ്യോസ്. അപ്പോൾ എക്സിന് പകരം ഈ എക്സിന് പകരം ഇതിട്ട് കൊടുത്താൽ മുകളിൽ എന്തൊരു 4 × കാരണം ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്, പക്ഷെ ഇവിടെ എക്സിന് പകരം ഇത്. അപ്പോൾ 4 × എക്സിന് പകരം എന്തിടാം? +3 ബൈ എഗെയിൻ എക്സിന് പകരം -4. LCM എടുക്കാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ LCM എടുക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബൈ 6x-4. മുകളിലത്തെ ന്യൂമറേറ്ററിൻ്റെ കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്ററിലേക്ക് വരാം. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ LCM എടുക്കുക. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -+ ആയിട്ട് ബൈ 6x-4. ഈ രണ്ടും വെട്ടി. ഇവിടെ നോക്കി 12 ഇവിടെ ബാലൻസ് എന്ത് വരും? 16x+18 ബൈ 18 + 20
ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇവിടെ ഒരു ഫംഗ്ഷനെ അനദർ ഫംഗ്ഷനായിട്ട് കോമ്പോസിറ്റ് ചെയ്യുമ്പോൾ എക്സ് തന്നെയാണ് വരുന്നത്. അനദർ ഫംഗ്ഷനിൽ ഇവിടെ എഫ് തന്നെയാണ്. നമ്മൾ തിയറിയിൽ പഠിച്ചായിരുന്നു എഫ് ജി ആയിട്ട് കോമ്പോസിറ്റ് ചെയ്യുമ്പോൾ എക്സ് തന്നെ വരികയാണെങ്കിൽ സെയിം ഫംഗ്ഷനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എഫ് കോമ്പോസിറ്റ് എഫ് ജി എന്തുവാകും? ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. അപ്പൊ ഇവിടെ എഫ് കോമ്പോസിറ്റ് എഫ് ഐഡന്റിറ്റിയാണ്. ഒരു ഫംഗ്ഷനെ അനദർ ഫംഗ്ഷനായിട്ട് കോമ്പോസിറ്റ് ചെയ്ത് ഐഡന്റിറ്റി വരികയാണെങ്കിൽ ഒന്ന് മറ്റേതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. അത് തിയറിയിൽ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, എഫിന്റെ ഇൻവേഴ്സ് ആണ് ഈ എഫ്. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഇത് തന്നെയാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുള്ളത്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് നോട്ടിൽ എഴുതിയെടുക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Second question, if f of x equals, question number 2, f of x equals x by x plus 2, f from closed minus 1 to 1 to r minus single set 1. എന്ത് തെളിയിക്കണം? ഷോ ദാറ്റ് എഫ് ഇസ് ഇൻവെർട്ടിബിൾ. എഫ് ഇൻവെർട്ടിബിൾ തെളിയിക്കണം. ഷോ ദാറ്റ് എഫ് ഇസ് ഇൻവെർട്ടിബിൾ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇൻവെർട്ടിബിൾ എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ എഫിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അത് നമുക്ക് തിയറി പ്രകാരം എങ്ങനെയാ? നമുക്ക് ഒരു ആരോ ഡയഗ്രാം ഇവിടെ വരയ്ക്കാം. എക്സ്, ഇതിൻ്റെ ഇടയ്ക്കാണ് എഫ്. എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതാണ്, ക്ലോസ്ഡ് മൈനസ് 1 to 1. ഇത് കോ ഡൊമൈനാണ്, ആർ മൈനസ് 1. അപ്പോൾ ഈ ഫംഗ്ഷനകത്ത് എക്സ് ഇടുവാണെങ്കിൽ അതിൻ്റെ ഇമേജ് എങ്ങനെ മാറും എന്നാണ് പറയുന്നത്? എക്സ് ബൈ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ഇവിടെ നിന്നുള്ളത് തിരിച്ചുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടുപിടിക്കുന്ന തിയറി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് എടുത്തുകൊണ്ട് ഇത് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കണം. അതായത് ഈ വില ഈക്വൽ ടു വൈ. ഈ കാണുന്ന കോഡൊമൈൻ കാണുന്ന ഈ ഇമേജിന് വൈ എന്ന് കൊടുക്കും. നമ്മൾ തിരിച്ച് ഇവിടെ എന്ത് വില വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഈക്വൽ ടു വൈ എക്സ് പ്ലസ് 2y. എക്സ് എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക, ഈക്വൽ ടു എക്സ് പുറത്തെടുക്കുക. therefore x equal to y by 1 minus y ആയി മാറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സിൻ്റെ. അതിനെ എങ്ങനെ എഴുതാം? അനദർ ഫംഗ്ഷൻസ് ജി ഓഫ് എക്സ് കൺസിഡർ ജി ഓഫ് എക്സ് ഇക്വൽ ടു ഈ വൈക്ക് പകരം എക്സ് എടുക്കുക, 2x by 1 minus x എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ്. അതെന്താണ്? അതായത് തിരിച്ച് ഇവിടെ നിന്നുള്ള ഫംഗ്ഷനാണ് ഇത് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് തെളിയിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് ബൈ എക്സ് പ്ലസ് 2. നേരെ തിരിച്ച് ഇവിടെ y ആണെങ്കിൽ അത് എന്ത് വരും? ഇവിടെ 2y ബൈ 1 മൈനസ് y വരും. അതായത് 2x ബൈ, ഇവിടെ എക്സ് ആണെങ്കിൽ നേരെ തിരിച്ച് ഇവിടെ ഇതായിരിക്കും. ഇതാണ് റിവേഴ്സിൽ കണ്ടുപിടിക്കാനുള്ള രീതി തിയറി പ്രകാരം. എക്സ് ഇക്കോട്ടെന്ന് കണ്ടുപിടിച്ച് കിട്ടുന്ന ഇതിൽ വൈയുടെ സ്ഥാനത്ത് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ ഫംഗ്ഷൻ ഉണ്ടാകും. ഈ ഫംഗ്ഷൻസ് വൈയുടെ ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ തെളിയിക്കുക. അതാണ് തിയറിയിൽ നമ്മൾ സാധാരണ ടെക്നിക്സ്. അതാണ് ഇവിടെ എക്സിന് ഇങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് വരും. അതാണ് ഈ ജി ഓഫ് എക്സിനെ ഇങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഇത് എഫിൻ്റെ ഇൻവേഴ്സ് തെളിയിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ കോമ്പോസിറ്റ് ചെയ്ത് ഐഡന്റിറ്റി തെളിയിച്ചാൽ മതി. അപ്പം ഞാൻ നോക്കുക, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ജി ഓഫ് എക്സിന് വരെ ഈ വില ഇട്ട് കൊടുക്കുക, ഈക്വൽ ടു എക്സിന് എഫിനകത്ത് എക്സ് ഇട്ടാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എക്സിന് വരെ ഇതാ. അപ്പോൾ നോക്കി എക്സിന് പകരം എന്തിടാം? 2x ബൈ
മോളിൽ ബൈ എക്സിന് പകരം 2x ബൈ പ്ലസ് 2. അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, മോളിൽ 2x ബൈ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 2 മൈനസ് 2x ബൈ 1 മൈനസ് എക്സ്, 2 വെട്ടിപ്പോവും. 2x മൈനസ് 2x വെട്ടിപ്പോവും. 2x ബൈ 2, 2x ബൈ 2 ആകുമ്പോൾ വെട്ടിപ്പോയാൽ എന്ത് വരും? എക്സ് വരും. നോക്കി എഫ് കോമ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് ഇതിനെ കോമ്പോസിറ്റ് ചെയ്താൽ ഇതുപോലെ ആൻസർ കൊണ്ടുവരാം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഇക്വൽ ടു ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വൽ ടു ജി ഓഫ് എക്സ്, ജിക്കകത്ത് എക്സിന് പകരം എഴുതാം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു എക്സിന് പകരം എഴുതിട്ട് കൊടുത്തേ ബൈ 1 മൈനസ് എക്സിന് പകരം, ദാറ്റ് ഈസ് ഇക്വൽ ടു 2x ബൈ എക്സ് പ്ലസ് 2. ഇവിടെ LCM എടുത്താൽ എക്സ് പ്ലസ് 2 മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2 വെട്ടിപ്പോവും. എക്സും മൈനസ് എക്സും വെട്ടിപ്പോവും. 2x ബൈ 2 എന്ത് വരും? 2x ബൈ എക്സും മൈനസ് 2 വെട്ടിപ്പോവും. 2x ബൈ 2 ആകുമ്പോൾ 2 വെട്ടിപ്പോയി എക്സ് വരും. അപ്പോൾ ഇവിടെ നോക്കി എക്സ്, ഇവിടെ എക്സ്. അപ്പം പരസ്പരം കോമ്പോസിറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷനായി മാറുക. അതായത് എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫ് രണ്ടും തിരിച്ചും കോമ്പോസിറ്റ് ചെയ്ത ഐഡന്റിറ്റി തന്നെയാണ്. അപ്പം അങ്ങനെ വന്നാൽ ഒന്ന് മറ്റേതിൻ്റെ എന്തുവാ? ഇൻവേഴ്സ്. അതായത് എഫിന്റെ ഇൻവേഴ്സ് ജി. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ഇത്. അപ്പോൾ ഇൻവേഴ്സ് വരികയാണെങ്കിൽ എഫ് എങ്ങനെ എഴുതാം? എന്തെഴുതാം? എഫ് ഇസ് ഇൻവെർട്ടിബിൾ എന്ന് എഴുതാം. എഫ് ഇസ് ഇൻവെർട്ടിബിൾ, അത് നമുക്ക് തെളിയിക്കേണ്ടത്. ആൻഡ് എഫ് ഇൻവേഴ്സ്, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ജി. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ജി എന്തുവാ? ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x ബൈ, അതായത് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, അതിന്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അസൈൻമെന്റിന്റെ സൊല്യൂഷൻസ് ആണ് കണ്ടുവരുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയമോ അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളവർ ഒന്നെങ്കിൽ നേരിട്ട് വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് എനിക്ക് മെസ്സേജ് തരികയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സസ് നമുക്കിവിടെ വീഡിയോ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് പേര് വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരും ഈ ക്ലാസ്സുകൾ കണ്ട് സംശയമുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ വിശദീകരണം വേണ്ടി വരുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.